ഹലോ, ഞങ്ങൾ അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ കല്യാണത്തിന് പോകുന്നതാണ്. അപ്പോൾ മേപ്പേരെത്തിയപ്പോൾ ഞങ്ങൾ ചിക്കുവിൻ്റെ വണ്ടി എടുത്ത്, കാരണം അച്ഛനും അമ്മയ്ക്കും തിരിച്ച് വേഗം പോകണം. ഇതാണ് ഓഡിറ്റോറിയം. പിന്നെ നമ്മൾ ഇന്ന് തന്നെ ബാംഗ്ലൂരേക്ക് തിരിച്ച് പോകുന്നതായതുകൊണ്ട് നമുക്ക് പേരാമ്പ്രയെന്ന ബസ്, അപ്പോൾ നമുക്ക് തിരിച്ച് വടകരയ്ക്ക് പോകണ്ട. അങ്ങനെ ഇത് ചെക്കനെയും പെണ്ണിനെയും പിന്നെ സ്റ്റേജിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്ന നല്ല അടിപൊളി ഡാൻസ് എല്ലാം ചെയ്തിട്ട് പിന്നെ ഒരു ഫാമിലി മൊത്തം ഉണ്ട്. പിന്നെ ഇവരെ കല്യാണം കഴിഞ്ഞത് എറണാകുളത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇവിടെ റിസപ്ഷൻ വെച്ച എൻ്റെ വീടിൻ്റെ തൊട്ട താഴെയാണ്. ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് വന്നു തന്നെ. അപ്പോൾ അച്ഛനും അമ്മയെല്ലാം ചായ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരെ വെയിറ്റ് ചെയ്ത് നിന്ന് ഫോട്ടോ എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ നമ്മൾ ഗിഫ്റ്റെല്ലാം കൊടുത്ത് അങ്ങനെ ഫോട്ടോ എല്ലാം എടുത്ത്, അങ്ങനെ ഫോട്ടോ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ ഒരു കേക്ക് കണ്ടിട്ട് വാങ്ങി അതെല്ലാം കഴിച്ച്, പിന്നെ വടകരയിൽ നിന്ന് അച്ഛനും അമ്മയ്ക്കും വേഗം ഫുഡ് കഴിച്ചിട്ട് പോണേനു. അപ്പോൾ അവർ ഫുഡ് കഴിച്ച് അങ്ങനെ പിന്നെ നല്ല അടിപൊളി ഡാൻസ്, പിന്നെ അവരങ്ങ് പോയിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ ചായയെല്ലാം കുടിച്ച് വന്നേ അവർ ഫുഡ് കഴിക്കുമ്പോൾ. അന്നേരം പിന്നെ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മളും ഫുഡ് കഴിക്കാനിരുന്ന്. അപ്പോൾ നല്ല അടിപൊളി കപ്പയും ബീഫും മീൻകറിയും എല്ലാം ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. നമുക്ക് 10:15 പേരാമ്പ്രയിൽ നിന്ന് ബസ്. അപ്പോൾ നമ്മൾ അതിന് തിരിച്ച് നമുക്ക് ബാംഗ്ലൂരേക്ക് വരണം. അപ്പോൾ അമ്മയും വരുന്നുണ്ടായിരുന്നു നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് പിന്നെ ഇവിടത്തേക്ക് പോയി, പേരാമ്പ്രയ്ക്ക് പോയി ഡ്രസ്സ് മാറ്റിയിട്ട്. അങ്ങനെ 10:10 ആകുമ്പോഴത്തേക്ക് ബസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ വന്ന് അച്ഛൻ വന്നിട്ടില്ലായിരുന്നു, അച്ഛൻ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മയെല്ലാം ടാറ്റയെല്ലാം തന്ന് ഇപ്പോൾ കുറച്ച് ദൂരം എത്തിയതിന് ശേഷം നമ്മൾ ഇറങ്ങി പിന്നെ ബാത്റൂമിലെല്ലാം പോയി. പിന്നെ നമ്മൾ 7 മണി 6:40 ആകുമ്പോഴത്തേക്ക് നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ നേരെ മെട്രോന് നമുക്ക് സിംഗയ്യനപ്പാളയ്ക്ക് വരണമായിരുന്നു. നമ്മളെ സ്റ്റേഷൻ അവിടെയല്ലേ. അങ്ങനെ നമ്മൾ മെട്രോ എല്ലാം കയറി, കാരണം വാമിക്ക് ഇന്ന് സ്കൂളിൽ പോകണം, ഒരു ദിവസം ലീവാക്കിയതല്ലേ. മെട്രോന് സീറ്റെല്ലാം ഉണ്ടായിരുന്നു രാവിലെ തന്നെ അല്ലേ. അപ്പം നമ്മളെത്തിന്ന് വെച്ചാൽ വാമിക്ക് 7:30 നമ്മളെല്ലാം കൂടെ ഇവിടെ എത്താൻ. അപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കാനൊന്നും എന്തായാലും സമയം ഉണ്ടാവില്ലല്ലോ വീട്ടിലെത്തിയിട്ട്. അപ്പോൾ നമ്മളിവിടെ അടുത്ത് തന്നെ ഒരു ഉടുപ്പി റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമ്മളങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇതുവരെ പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങി, നമ്മൾ ഓട്ടോ പിന്നെ ബുക്ക് ചെയ്തിരുന്നു. അത് പുറത്തുനിന്ന് ഇതിൻ്റെ ബില്ല് കണ്ടിട്ട് നമ്മളെ കണ്ണ് തള്ളിപ്പോയി. നമ്മൾ 2 മസാല ദോശയും ഒരു നെയ്റോസ്റ്റും വടയും വാങ്ങുമ്പോഴത്തേക്ക് 450 രൂപ, വടയ്ക്ക് 40 രൂപ. വാങ്ങണ്ടേനൊന്നായിപ്പോയി. പിന്നെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് തിരിച്ചു കൊടുക്കാനും മാറ്റാനൊന്നും പറ്റിയില്ല. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. പിന്നെ വേഗം വാമിനെ കുളിപ്പിച്ച് തലയെല്ലാം കുളിപ്പിച്ചിന്. അവൾക്ക് ഒരു പകുതി നെയ്റോസ്റ്റും വടയെല്ലാം സ്കൂളിലേക്ക് കൊടുത്തു വിട്ട് അവളങ്ങനെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് പോയി. നല്ല ടേസ്റ്റെല്ലാം ഉണ്ടായിരുന്നു ഫുഡിന്. പിന്നെ എല്ലാത്തിനും ചെറിയൊരു മധുരം, പക്ഷേ ഇതിൻ്റെ മസാല എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിനും ഒരു മധുരം അടിച്ചിട്ട് നമുക്കത്ര ഇഷ്ടപ്പെടാത്ത പോലെ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മസാലയ്ക്കെല്ലാം. എന്നാൽ ഇത്രയേ ഉള്ളൂ. ബൈ.